ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് സ്ട്രക്ചറാണ് പഠിക്കാനുള്ളത്. അതായത് ചെയ്യണം, ചെയ്തോളാം. ഈ ചെയ്യണം, ചെയ്തോളാം എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് രണ്ട് ഓക്സിലറി വെർബ്സ് ആണ്. ഒന്ന് ഷുഡ്, മറ്റൊന്ന് ഷാൾ. അപ്പോൾ ഷുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്യണം എന്ന് പറയാനാണ്. ഷാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്തോളാം എന്നുള്ളതിന് വെക്കുന്നതാണ്. ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് ഓക്സിലറി വെർബ്സും ക്ലിയർ ഇൻറ്റൻഷൻ, അതായത് ഒരു സ്ട്രോങ് ഇൻറ്റൻഷൻ, നമ്മുടെ മനസ്സിലെ ഒരു കൃത്യമായൊരു വിചാരം അല്ലെങ്കിൽ കൃത്യമായ ഒരു കാര്യം നടപ്പിലാക്കുക എന്നുള്ള കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷാൾ എന്നുള്ള ആ വേർഡ് ഉപയോഗിക്കുന്നത് വളരെ സബ്മിഷനോട് കൂടി നമ്മളൊരു കാര്യം ചെയ്തോളാം എന്ന് വളരെ വിധേയത്തോടു കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഷുഡ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ഓർഡർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ നിർബന്ധം പിടിച്ച് നമ്മളൊരാളോടൊരു കാര്യം ചെയ്യണം എന്ന് പറയാൻ ഷുഡ് ഉപയോഗിക്കും. എന്നാൽ ഷാൾ എന്നുള്ളത് നിർബന്ധമായി നമ്മളൊരു കാര്യം ചെയ്യാം എന്ന് പറയാൻ തന്നെയാണ്. എന്നാൽ അത് വളരെ വിധേയത്തോടു കൂടി പറയുന്നതിനാണ് ഷാൾ ഉപയോഗിക്കുന്നത്. രണ്ടും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഷുഡ്, ഷാൾ രണ്ടും ഓക്സിലറി വെർബ്സ് ആയതുകൊണ്ട് ഇതിന് രണ്ടിനും ഒപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വേർബിൻ്റെ ബേസ് ഫോം ആണ്. അതായത് ഒരു വേർബിൻ്റെ V1 ഫോമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഷുഡ് ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ ഷാൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ആ സർക്കംസ്റ്റാൻസസ് എന്നുള്ളത് നമുക്ക് ഓരോ എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് വേർബിൻ്റെ ബേസ് ഫോം എന്നും നിങ്ങൾക്ക് എക്സാമ്പിൾസിലൂടെ മനസ്സിലാവും. നീ അവളെ അവിടെ ഇന്ന് കൊണ്ടുപോകണം. ഞാനൊരു ദിവസം അവളെ അവിടെ കൊണ്ടുപോയിക്കോളാം. ഇങ്ങനെ പറയാൻ. അപ്പോൾ കൊണ്ടുപോകുക എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് വേർഡാണ്? ടേക്ക്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാം. എങ്ങനെ പറയും? യു ഷുഡ് ടേക്ക് ഹർ ദർ ടുഡേ. ഐ ഷാൽ ടേക്ക് ഹർ ദർ വൺ ഡേ. അപ്പോൾ ഇതിനർത്ഥം എങ്ങനെയാണ്? യു ഷുഡ് ടേക്ക് ഹർ, നീ അവളെ കൊണ്ടുപോകണം. ദർ, അവിടെ. ടുഡേ, ഇന്ന്, നീ അവളെ ഇന്ന് അവിടെ കൊണ്ടുപോകണം. യു ഷുഡ് ടേക്ക് ഹർ ദർ ടുഡേ. ഞാൻ ഒരു ദിവസം അവളെ അവിടെ കൊണ്ടുപോയിക്കോളാം. ഐ ഷാൽ ടേക്ക് ഹർ, ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം. ദർ, അവിടെ, ഒരു ദിവസം, വൺ ഡേ. ഐ ഷാൽ ടേക്ക് ഹർ ദർ വൺ ഡേ. യു ഷുഡ് ടേക്ക് ഹർ ദർ ടുഡേ. ഐ ഷാൽ ടേക്ക് ഹർ ദർ വൺ ഡേ. ഇനി അടുത്തത്, അവൾ ജാർ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊരു ഓർഡർ പോലെയാണ് പറയുന്നത്. നിർബന്ധമായിട്ട് നീ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. അവൾ ജാർ ക്ലീൻ ചെയ്യണം, അവൻ ജാർ ക്ലീൻ ചെയ്തോളും. അപ്പോൾ അവൾ ജാർ ക്ലീൻ ചെയ്യണം എന്നുള്ളതിന് ഷീ ഷുഡ് ക്ലീൻ ദ ജാർ. അപ്പോൾ ഷുഡ് എന്നുള്ളതിനൊപ്പം V1 ഫോമാണെന്ന് പറഞ്ഞു, വേർബിൻ്റെ ബേസ് ഫോമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്ലീൻ എന്നുള്ളത് ഒരു ഫോമിന് ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. ഷീ ഷുഡ് ക്ലീൻ ദ ജാർ. അവൾ ജാർ ക്ലീൻ ചെയ്യണം. ഷീ ഷുഡ് ക്ലീൻ ദ ജാർ. അവൻ ജാർ ക്ലീൻ ചെയ്തോളും. ഹീ ഷാൾ ക്ലീൻ ദ ജാർ. ഹീ ഷാൾ ക്ലീൻ ദ ജാർ. ഷീ ഷുഡ് ക്ലീൻ ദ ജാർ. ഹീ ഷാൾ ക്ലീൻ ദ ജാർ. ഓക്കെ. ഇനി അടുത്തത്, നിങ്ങൾ ഉച്ചയ്ക്ക് എത്തണം. ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിക്കോളാം. അങ്ങനെ പറയാനോ? നിങ്ങൾ ഉച്ചയ്ക്ക് എത്തണം. യു ഷുഡ് അറൈവ് അറ്റ് നൂൺ. യു ഷുഡ് അറൈവ് അറ്റ് നൂൺ. നിങ്ങൾ ഉച്ചയ്ക്ക് എത്തണം. ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിക്കോളാം. അങ്ങനെ പറയാനോ? വി ഷാൾ അറൈവ് അറ്റ് നൂൺ. വി ഷാൾ അറൈവ് അറ്റ് നൂൺ. യു ഷുഡ് അറൈവ് അറ്റ് നൂൺ. വി ഷാൾ അറൈവ് അറ്റ് നൂൺ. അടുത്തത്, നീ അവരെ പാർട്ടിക്ക് ക്ഷണിക്കണം. അവൾ അവരെ പാർട്ടിക്ക് ക്ഷണിച്ചോളും എന്ന് പറയാൻ ക്ഷണിക്കുക എന്നുള്ളതിന് ഇൻവൈറ്റ്. ക്ഷണിക്കുക, ഇൻവൈറ്റ്. നീ അവരെ പാർട്ടിക്ക് ക്ഷണിക്കണം. യു ഷുഡ് ഇൻവൈറ്റ് ദം ടു ദ പാർട്ടി. യു ഷുഡ് ഇൻവൈറ്റ് ദം ടു ദ പാർട്ടി. അവൾ അവരെ പാർട്ടിക്ക് ക്ഷണിച്ചോളും. ഷീ ഷാൾ ഇൻവൈറ്റ് ദം ടു ദ പാർട്ടി. ഷീ ഷാൾ ഇൻവൈറ്റ് ദം ടു ദ പാർട്ടി. യു ഷുഡ് ഇൻവൈറ്റ് ദം ടു ദ പാർട്ടി. ഷീ ഷാൾ ഇൻവൈറ്റ് ദം ടു ദ പാർട്ടി. നീ നാളെ തന്നെ അവനെ അറിയിക്കണം. ഞാൻ ഇന്ന് തന്നെ അവനെ അറിയിച്ചോളാം. അപ്പോൾ നീ നാളെ തന്നെ അവനെ അറിയിക്കണം. അറിയിക്കുക എന്നുള്ളതിന് ഇൻഫോം. അറിയിക്കുക, ഇൻഫോം. നീ നാളെ തന്നെ അവനെ അറിയിക്കണം. യു ഷുഡ് ഇൻഫോം ഹിം ടുമോറോ.
യു ഷുഡ് ഇൻവൈറ്റ് ഹിം ടുമോറോ. ഞാൻ ഇന്ന് തന്നെ അവനെ അറിയിച്ചോളാം. ഐ ഷാൽ ഇൻഫോം ഹിം ടുഡേ. ഐ ഷാൽ ഇൻഫോം ഹിം ടുഡേ. അപ്പോൾ ഇവിടെ ഈ ടുമോറോ, ടുഡേ എന്നുള്ളതിനൊപ്പം ഒന്നും ഇന്ന് തന്നെ, നാളെ തന്നെ എന്നുള്ളതിന് ചിലപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇറ്റ് സെൽഫ് എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കും. പക്ഷേ ഇറ്റ് സെൽഫ് എന്നുള്ള വേർഡ് ടുഡേ, ടുമോറോ, ടുനൈറ്റ് അങ്ങനെയുള്ള വേർഡ്സിനൊപ്പം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആ ടുഡേ, ടുമോറോ എന്നുള്ളതിനൊപ്പമൊക്കെ അത്രയും അത്യാവശ്യമാണ് എന്നുള്ള ആ ഒരു കാര്യം അവിടെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ്ടും അവിടെ ഇറ്റ് സെൽഫ് എന്ന് വെക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വെക്കാറില്ല. അത് ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, യു ഷുഡ് ഇൻഫോം ഹിം ടുമോറോ. ഐ ഷാൽ ഇൻഫോം ഹിം ടുഡേ. അടുത്തത്, എന്ത് പറ്റിയെന്ന് അവൻ അവളോട് ചോദിക്കണം. എന്ത് പറ്റിയെന്ന് അവൾ അവനോട് പറഞ്ഞോളും. അപ്പോൾ എന്ത് പറ്റിയെന്ന് അവൻ അവളോട് ചോദിക്കണം. ഹി ഷുഡ് ആസ്ക് ഹർ വാട്ട് ഹാപ്പൻഡ്. ഹി ഷുഡ് ആസ്ക് ഹർ വാട്ട് ഹാപ്പൻഡ്. എന്ത് പറ്റിയെന്ന് അവൾ അവനോട് പറഞ്ഞോളും. ഷീ ഷാൽ ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ്. ഷീ ഷാൽ ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ്. He should ask her what happened. He shall tell him what happened. ഇന്ന് അവൾ പാചകം ചെയ്യണം. ഇന്ന് അവർ പാചകം ചെയ്തോളും. ഇന്ന് അവൾ പാചകം ചെയ്യണം. She should cook today. She should cook today. ഇന്ന് അവർ പാചകം ചെയ്തോളും. They shall cook today. They shall cook today. She should cook today. They shall cook today. അടുത്തത്, ഇന്ന് നിങ്ങൾ നടക്കാൻ പോകണം. ഇന്ന് ഞങ്ങൾ നടക്കാൻ പൊയ്ക്കോളാം. ഇന്ന് നിങ്ങൾ നടക്കാൻ പോകണം എന്ന് പറയാൻ യു ഷുഡ് ഗോ ഫോർ എ വാക്ക് ടുഡേ. യു ഷുഡ് ഗോ ഫോർ എ വാക്ക് ടുഡേ. വി ഷാൽ ഗോ ഫോർ എ വാക്ക് ടുഡേ. ഞങ്ങൾ ഇന്ന് നടക്കാൻ പൊയ്ക്കോളാം. വി ഷാൽ ഗോ ഫോർ എ വാക്ക് ടുഡേ. യു ഷുഡ് ഗോ ഫോർ എ വാക്ക് ടുഡേ. വി ഷാൽ ഗോ ഫോർ എ വാക്ക് ടുഡേ. അടുത്തത്, പോലീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ കള്ളനെ പിടിക്കണം. പോലീസ് ഒരാഴ്ചയ്ക്ക് മുമ്പേ കള്ളനെ പിടിച്ചോളും. അപ്പോൾ കള്ളനെ പിടിക്കുക എന്നുള്ളതിന് ക്യാച്ച്. അപ്പോൾ പോലീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ കള്ളനെ പിടിക്കണം. ദ പോലീസ് ഷുഡ് ക്യാച്ച് ദ തീഫ് വിത്തിൻ എ വീക്ക്. ദ പോലീസ് ഷുഡ് ക്യാച്ച് ദ തീഫ് വിത്തിൻ എ വീക്ക്. പോലീസ് ഒരാഴ്ചയ്ക്ക് മുമ്പേ കള്ളനെ പിടിച്ചോളും. The police shall catch the thief a week ago. The police shall catch the thief a week ago. The police should catch the thief within a week. The police shall catch the thief a week ago. അവൾ അത്താഴത്തിന് മുമ്പ് ഹോംവർക്ക് ചെയ്യണം. അവൾ അത്താഴത്തിന് ശേഷം ഹോംവർക്ക് ചെയ്തോളും. അപ്പോൾ അവൾ അത്താഴത്തിന് മുമ്പ് ഹോംവർക്ക് ചെയ്യണം. She should do homework before dinner. She should do homework before dinner. അവൾ അത്താഴത്തിന് ശേഷം ഹോംവർക്ക് ചെയ്തോളും. She shall do homework after dinner. She shall do homework after dinner. She should do homework before dinner. She shall do homework after dinner. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതുപോലുള്ള സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്നായി ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയട്ടെ.